ഹലോ ഗീസ്, ഇവിടെ നല്ല മഴ കാരണം പട്ടിക്കുട്ടികളെ പുറത്ത് വിടാനോ ഒന്നിനും പറ്റുന്നില്ല. അവരവിടെ കൂട്ടിൽ കിടക്കുന്നു. അവർക്ക് ഫുഡ് കൊണ്ടു കൊടുക്കാനായിട്ട് നോക്കാനാണ് നോക്കുന്നത്. പക്ഷേ ഇവിടെ കണ്ടോ ഭയങ്കര മഴയാണ്. വലിയ മഴയല്ല, ചെറുതായിട്ടാണെങ്കിലും അവരെ പുറത്ത് വിടുമ്പോഴേ അത് നനയും. അതുകൊണ്ടാണ്. അപ്പോൾ അവരെ കൂട്ടിൻ്റെ അടുത്തോട്ട് പോകാം. അപ്പം ഈ കൊടയൊക്കെ പിടിച്ചിട്ട് അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് അവരുടെ പാത്രം അവിടെ നിന്ന് എടുക്കണം. അപ്പോൾ ഫോണ് നനയണം. കുട പിടിച്ചില്ലെങ്കിൽ ഫോണ് നനയും. അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ഇങ്ങനെ ഈ ചരിഞ്ഞ് കിടക്കണമുണ്ട്. അങ്ങോട്ട് താഴോട്ട് ചരിഞ്ഞാണ് കിടക്കണേ. അപ്പോൾ അത് കാരണം വെള്ളം അത്ര അങ്ങ് റോഡിൽ പോകും. ഇത്രയ്ക്ക് വലിയ മഴയല്ല, ചെറിയ മഴയാണ്. രാവിലെയൊക്കെ വലിയ മഴയായിരുന്നു. വലിയ മഴയും കാറ്റത്തൊക്കെ ഒടിഞ്ഞു വീഴുന്നതാണ്. പിന്നെ ഈ അണിയിലാണെങ്കിൽ വലിയ ഇലകളൊന്നുമല്ല, ഞങ്ങൾ വെട്ടി വിട്ടോണ്ടേ അതൊന്നുമില്ല. പിന്നെ ഒരു കൂട്ടിലേക്ക് വരണമെങ്കിൽ ഇവിടുന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് വരണം. അപ്പോൾ ഇതാണ് സംഭവം. തേ കണ്ടോ, മക്കൾ കിടക്കുകയാണ്. അവരെ അഴിച്ചു വിടാൻ പറ്റത്തില്ല, മഴയായതുകൊണ്ട്. പാത്രം എടുത്തുനിന്ന് പോയിട്ട് ചോറ് കൊണ്ട് കൊടുക്കാം, അതാണ് നല്ലത്. അപ്പം ഞാൻ പാത്രം എടുക്കട്ടെ. അപ്പോൾ പാത്രം എടുത്തിട്ട് കഴുകാനായിട്ട് നോക്കിയാണ്. അവിടെ പൈപ്പിൽ വെച്ച് കഴുകിയാൽ അവിടെ വീണ്ടും വെള്ളം വീഴും. അത് കാരണം കൊണ്ടുവന്ന് ഇന്നലെ രാത്രി ഫുഡ് കൊടുത്തതിൻ്റെ ബാക്കിയാണ് ഈ കിടക്കുന്നത്. കാരണം അവർ കഴിച്ചില്ല. മോളായിരുന്നു എടുത്തുകൊണ്ട് വരുന്നത്. മോള് കൂടുതൽ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ പാത്രം കഴുകി രണ്ടുപേരും മഴയാണെങ്കിൽ ഇങ്ങ് പോകുന്നു. ഇവിടെ വെള്ളം കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ പാത്രം കഴുകി. ഇനിയിപ്പോൾ അവർക്ക് ആഹാരം ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ. ഇവരെൻ്റെ പുറകേ ഇപ്പോൾ വരുവേ. അവർ പുറകേ വരും. അങ്ങനെയാണ്. അപ്പം മണ്ണുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുന്നപ്പോൾ മക്കൾ കൂടെ വരികയാണ്. കണ്ടോ, രണ്ടുപേരും കൂടെ വരണു. എനിക്ക് ഈ പറഞ്ഞ കണക്ക് കാലിന് ഒരു വേദനയുണ്ട്. അപ്പോൾ ഇവരെ പുറകെ നടക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അയ്യോ, മാറ്റിൽ വന്ന് മൂത്രം ഒഴിച്ചു. ലിയോ ആണ് ഈ ചെയ്യുന്നത്. സ്നോവി അവിടെ പോയായിരുന്നു. ലിയോ, എന്തിനാ അവിടെ മൂത്രം ഒഴിച്ചേ? കണ്ടോ, മാറ്റിൽ മൂത്രം ഒഴിച്ചു. അപ്പോൾ ഇനി ആ മാറ്റിനെടുത്ത് ഞാൻ വെളിയിലോട്ട് ഇടട്ടെ. അപ്പോൾ അവർ ഇവിടെ വന്ന് കാത്തിരിക്കുകയാണ്. ഞാൻ ചോറെടുക്കാനായിട്ട് കയറാമെന്ന് വെച്ചപ്പോൾ മാറ്റിൽ മൂത്രം കണ്ടുകൊണ്ട് മാറ്റ് എടുത്തത് മഴയത്ത് വെളിയിലിട്ട്. ഇനി ഞാൻ അകത്ത് പോയി ചോറെടുക്കണത് വരെ ഒരു വെയിറ്റ് ചെയ്ത് നിൽക്കും. പാവം. അപ്പം ഇപ്പം ഇരുട്ടാണ്. വീട്ടിനകത്ത് കയറിയപ്പോൾ ലൈറ്റൊന്നും ഇല്ലല്ലോ, അതാണേ. അപ്പം ഞാൻ എൻ്റെ കൈ ഒന്ന് സോപ്പിട്ട് കഴുകിക്കോട്ടെ. അപ്പം ലിയോയ്ക്ക് സ്നോയ്ക്ക് വേണ്ട ചോറ് അതിനെ വിരവി. ഇനി അത് അങ്ങോട്ട് കൊണ്ട് കൊടുക്കാതെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒന്ന് വിരവി എടുത്തോട്ടെ. ഇത് പൊടിച്ചതിൽ കൂടെ മിക്സ് ചെയ്തില്ലെങ്കിൽ ഒരാൾക്കായിട്ട് കിട്ടിപ്പോവും. ഒരു പാത്രത്തിൽ നിന്നേ കഴിക്കുള്ളേ. 2 പാത്രത്തിൽ വെച്ചു കൊടുത്താലും ഒരാൾ കഴിക്കാനാകുമ്പോൾ അതിൻ്റെ അടുത്തോട്ട് ഓടി വരും. അത് മാറ്റി ഇടാനായിട്ട് വേറെ കൂടില്ല. സംഭവം ഇതാണ്. ഒരു പട്ടിക്കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ അതിനെ തിരിച്ചു കൊടുക്കാമെന്ന് വെച്ച് വിളിച്ചപ്പോഴേക്കും ആ മറ്റേ പട്ടിക്കുട്ടിയും കൂടെ നമ്മുടെ കൂടെ ആയിപ്പോയി. എനിക്ക് 2 വളർത്താനൊന്നും പറ്റൂല. എനിക്ക് 2 പേരെ കുളിപ്പിക്കാനൊക്കെ പാടായിരിക്കും. അതുകൊണ്ടാണ് ആരെങ്കിലും പട്ടിക്കുട്ടിയെ വേണമെങ്കിൽ പറയാൻ പറഞ്ഞത്. എനിക്ക് ഉപേക്ഷിക്കാൻ വയ്യ റോഡിൽ കൊണ്ടുവന്ന്. കാരണം അത് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് അവിടെ വിശന്ന് അലഞ്ഞ് ഇങ്ങനെ നടക്കും. അത് കാണാൻ നമുക്ക് വിഷമമാണ്. നമ്മുടെ ഇവിടെ തന്നെ റോഡിൽ ഒരുപാട് പട്ടിക്കുട്ടികൾ ഇങ്ങനെ അലഞ്ഞ് നടക്കണുണ്ട്. അപ്പൊ ഇത് നമുക്ക് അവർക്ക് കൊടുക്കാം. ഇങ്ങനെ 2 പാത്രത്തിലായിട്ട് കൊടുത്ത് എങ്കിലും 2 പാത്രത്തിൽ നിന്ന് മാറി മാറി അവരിങ്ങനെ കഴിക്കും. പക്ഷെ ഇങ്ങനെയൊന്നുമല്ല, കുറച്ചിട്ട് ആക്റ്റീവാണ്. മഴ ആയതുകൊണ്ടാണ്, വെള്ളമൊക്കെ ആയതുകൊണ്ട് ഒതുങ്ങി നിൽക്കുകയാണ് അവർ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കഴിച്ചങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ്. എന്താ ഇല്ലാളി വീരനാണ് അവൻ. എങ്ങനെ നോക്കത് അവിടെ എന്തോ ഇരിക്കണം, മണപ്പിച്ചു നോക്കുന്നു. എന്താണോ എന്തോ. ഇനി വല്ല പൂച്ചെങ്ങാനും വന്ന് കിടന്നിട്ടാണോ എന്നറിയില്ല. മോനെ ഓടണം. ഞാൻ വണ്ടിയുടെ പുറത്ത് കയറി നിന്നിട്ട് പോവേ. ഇന്നലെ ആ വണ്ടിയിൽ ചാടിക്കയറി ഇറങ്ങി.
ഇനി ഇവിടെ കളിയായിരിക്കും രണ്ടും കൂടി. ഇവിടെ മണ്ണൊക്കെ കുഴിച്ചൊക്കെ ഇട്ടെടുത്ത് ഞാനൊരു കലമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിട്ട് പോകുന്നു. മീൻ കഴിയിട്ട് വേസ്റ്റ് അവിടെ ഇട്ടുണ്ട്, അത് അന്വേഷിച്ച് പോകുന്നു. ദൈവം ഓനെ ലിയോ ലിയോ ഇങ്ങ ലിയോ ബാ ലിയോ ബാ. ഇത് ഒന്ന് കഴുകാനായിട്ടേ മാറ്റ് മൂത്രം ഒഴിച്ചുകൊണ്ട് മാറ്റ് കഴുകിയിട്ടില്ലെങ്കിൽ പറ്റില്ല. അതുകൊണ്ട് മാറ്റിൽ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഞാനിടും. പിന്നെ ഇതിവിടെ തന്നെ ഇട്ടേക്കാനേ പറ്റുള്ളൂ, ഇനി അവിടെ എടുത്തിടാൻ പറ്റില്ല. അത് കാരണം സിറ്റൗട്ട് ഫുള്ള് ഇങ്ങനെ ചെളി കയറി കിടക്കും. ഒരിതെല്ലാം മറിച്ചിട്ട് അതാണ് നേരത്തെ കുറച്ചത്, ഇതെല്ലാം കടിച്ചില്ലാതാക്കിയാണ്. ഇനി അതിന് പോകണം. കണ്ടോ കാണിക്കുന്നത്? ഏയ് നോ നോ. അതെ, ഇതാണ് ഇവിടുത്തെ പ്രശ്നം. എനിക്കിതിനെ വാർത്താൻ പറ്റുന്നില്ല, ഇതിൻ്റെ പുറകെ കിടക്കാനേ പറ്റുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതേ എല്ലാം എടുത്തുകൊണ്ട് പോകണം. ഇനി അങ്ങോട്ട് പോകണം. ഇവിടെ നിൽക്കുമ്പോൾ അങ്ങോട്ട് ഓടണം. അതാണ് എൻ്റെ അവസ്ഥ. ഇങ്ങനെയുണ്ട്. ഇതിപ്പോൾ അവിടെ കണ്ടോ എല്ലാം കളയുന്നു. അവൻ്റെ ബെൽറ്റാണ് ആദ്യത്തത്, അത് അവൻ തപ്പിയെടുത്തു. നമ്മളെല്ലാം കൂടെ അതിനകത്തെടുത്ത് ഇട്ടേക്കായിരുന്നു. അപ്പോൾ ഇതാ തപ്പിയെടുത്തിട്ട് അത് കടിച്ചുകൊണ്ടിരിക്കുക. മാറ്റ് കഴുകിയിട്ടില്ലെങ്കിൽ പറ്റില്ല. ഇന്ന് മഴയുണ്ട്, പക്ഷെ നാളെ ആകുമ്പോൾ ഇന്ന് വെയിലൊക്കെ വരികയാണെങ്കിൽ ഇട്ട് ഉണങ്ങി കിട്ടുമല്ലോ. അവിടെ എന്തൊക്കെയോ തട്ടി കളയാണ്. ഇനി അങ്ങോട്ട് പോകണം. അവിടെ ഇതാ അവരുടെ കുറുമ്പുകൾ ഇതാണ്. ഷൂ പോളിഷ് ചെയ്യണതൊക്കെയാണ് കിടക്കുന്നത്, അതൊക്കെ എടുത്ത് കളയും. ഇത് ഓടാനുള്ള വെപ്രാളം എനിക്ക്. പിന്നെ ഇത് കഴുകാതെ പറ്റില്ല. ഇത് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ കണ്ടോ എന്തോ കുസൃതിയും. ഞാൻ ചോറ് കൂട്ടിക്കൊണ്ട് വെച്ചു. വണ്ടി കയറി ഇറങ്ങാൻ നല്ല സൗകര്യമുണ്ട്. അപ്പം ഞാൻ അവർക്കൊക്കെ കുറച്ച് പെഡിഗ്രി കൊടുക്കുമ്പോഴേ അവർ കൂട്ടി കയറും. അപ്പം അതിനുവേണ്ടി കുറച്ച് പെഡിഗ്രി എടുക്കാം. പാത്രത്തിൽ ഇട്ടുകൊണ്ട് പോകാൻ, ഇല്ലെങ്കിൽ അവരെന്നെ അവിടെ വരെ എത്തിക്കില്ല. എൻ്റെ കൈയാണെങ്കിൽ നനവുമാണ്, ഇന്ന് സോപ്പിട്ട് കഴുകിയില്ല. അപ്പം അതുകൊണ്ട് നമ്മുടെ ഫുഡൊന്നും എടുക്കാൻ പറ്റില്ല, വളരെയേറെ. അപ്പം പെഡിഗ്രി കൂട്ടിക്കയറ്റാൻ വേണ്ടി മാത്രം കുറച്ച് പെഡിഗ്രി എടുത്തു. ഇനി ഈ പെഡിഗ്രി കൊണ്ട് ഇട്ട് വേണം കൂട്ടിൽ കയറ്റാൻ. ഇപ്പം അവിടെ എന്തോ പണി ഒപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് കാണുമ്പോൾ ഓടി വരും. മഴ പെയ്യണം നല്ലതായിട്ട്, ചാറിക്കൊണ്ട് നിൽക്കുന്നത് തോർന്നില്ല. എന്തായാലും അവരെ കൂട്ടിലേക്ക് കയറ്റാൻ ഇല്ലെങ്കിൽ പിന്നെ എനിക്കൊരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. മക്കൾ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എത്തും. അപ്പോൾ അതിന് മുന്നേ അവരെ കൂട്ടി കയറ്റണം. അപ്പോൾ കുടയും കൂടെ എടുക്കില്ല, നനയും. കുട പിടിച്ചു. അപ്പം നമുക്ക് അവരെ തേടി പോകട്ടെ. അവർ ഇവിടെ അവിടെ കടി കടന്നു. വിളിയും കേട്ടു. വാ, കുറ്റം കുഴിച്ചിടുന്നു. നല്ല ജോലിയാണ്. ഉണ്ടോ? നല്ല ജോലിയാണ് അവർ. കണ്ടോ മുറ്റം കുഴിക്കുന്നുണ്ടോ മോനെ? പെഡിഗ്രി എന്ന് പറഞ്ഞാൽ അവർ കണ്ടോ ചാടി കയറിയാണേ. അപ്പം ഇനി കൂട് വരെ പോണേനിടയ്ക്ക് അവർ ഒരു മിനിറ്റ് ഇത് കാത്തിരിക്കണേണ്ടാ. പെഡിഗ്രിക്ക് വേണ്ടി കാത്തിരിക്കണേണ്. അപ്പം ഞാൻ കൂട്ടിലിട്ട് ഇട്ട് കൊടുക്കുള്ളൂ, ഇതേ ഒരു കൂട്ടിലേക്ക് വരത്തില്ല. അപ്പം ഇപ്പോൾ ഫ്രണ്ടിൽ പോവേ. പുത്രൻ ഓടി വന്നിട്ടുണ്ട്. അടുത്ത പുത്രൻ എന്താ പുറകിലുണ്ട്, കൂടെ വരും. ബാ ബാ. ചോറ് അവിടെ ചെന്ന് വീണു. അപ്പം ഇനി ഇതിലൊന്ന്
അപ്പോൾ രണ്ടുപേരും കൂട്ടി കയറി. എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അങ്ങനെ അവരെ അടച്ചു. ഇനി ഇപ്പോഴൊന്നും തുറന്നു വിടാൻ പറ്റില്ല, മഴയായതുകൊണ്ട്. അപ്പോൾ അടിയുണ്ടാക്കി കഴിക്കുകയാണ്. സ്പീഡിന് തീറ്റ മത്സരം നടത്തും പോലെയാണ് അവർ പെഡിഗ്രി കഴിക്കുന്നത്. അങ്ങനെ അവരെ കൂട്ടിലേക്ക് അടച്ച്. ഇനി എനിക്ക് ജോലിയുണ്ട് അവിടെ. ഞാൻ വീഡിയോ ഷോർട്സൊക്കെ ഇടാനായിട്ട് പോയതുകൊണ്ട് എനിക്ക് സമയം തികഞ്ഞില്ല. വേറെ ജോലികൾ ചെയ്യാതെ അത് ചെയ്തു. പിന്നെ ഇനി അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.